ഹലോ, ഈ ഒരു സ്ക്രഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ 30 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലും ഇതുപോലെ ഫാബ്രിക് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാവുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ ഇവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നടുവിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട് സൂചി വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പുറമേ ഉള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഉള്ളിൽ മടക്കി വെച്ചത് ഇൻക്ലൂഡ് ആവരുത് കേട്ടോ, പുറത്തുള്ള ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതാ ഇതിൽ കാണുന്നത് പോലെ. ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ എൻഡിലെത്തുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാർട്ടില്ലേ, അതിങ്ങോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് അതിൻ്റെ എൻഡ് എത്തുന്ന സമയത്ത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം നമ്മൾ തുടങ്ങിയ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ എത്തുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നൂല് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലൊരു സ്പഞ്ചി ട്യൂബാവും കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇലാസ്റ്റിക്കിൻ്റെ എൻഡിൽ ഇതുപോലൊരു സേഫ്റ്റി പിൻ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ അത് ഇട്ടിട്ട് അതേ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ റൗണ്ടാക്കിയിട്ട് പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടുക. ഈ രണ്ട് ഇലാസ്റ്റിക്കും കൂടെ പരസ്പരം കൂട്ടിക്കെട്ടുക. ഇലാസ്റ്റിക്കിന് ഞാൻ ഏകദേശം ഒരു മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കറക്റ്റ് എനിക്കറിയില്ല, ഏകദേശം ഒരു 6-7 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും കൂടെ ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രഞ്ച് റെഡിയാണ് കേട്ടോ. അപ്പം ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യാറുള്ളത്. വേറെയും മെത്തേഡ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ.